നമ്മുടെ ചാനൽ അർബൻ ലെജൻഡ് സ്റ്റോറീസ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. കൂടാതെ ഒരുപാട് പേർ ആവശ്യപ്പെടുന്ന ഒരു സീരീസ് കൂടിയാണ് അർബൻ ലെജൻഡ്. ജപ്പാനിൽ വളരെ ഫേമസ് ആയ പ്രസിദ്ധമായ ഹിക്കിക്കോ എന്ന അർബൻ ലെജൻഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ആരാണ് ഈ ഹിക്കിക്കോ എന്ന് ചോദിച്ചാൽ ജപ്പാനിലെ മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വളരെ ഭയപ്പെടുത്തുന്ന ഒരു കഥയായിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഉദാഹരണത്തിന് രാത്രി സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് യാതൊരു കുഞ്ഞും ഈ കഥ കേട്ട് പുറത്തേക്ക് പോകില്ല. ഇനി അങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഹിക്കിക്കോ ആ കുഞ്ഞുങ്ങളുടെ കാല് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കൊല്ലുമെന്ന് മാതാപിതാക്കൾ ഒരു കഥ പോലെ അവരുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതും പെട്ടെന്ന് ഭയപ്പെടുന്ന സ്വഭാവമുള്ള കുട്ടികൾ അനുഭവിക്കുന്ന വളരെ മോശമായ ഒരു അനുഭവങ്ങളിലൊന്നാണ് ബുള്ളിങ്. ആ കുട്ടികളുടെ ക്ലാസ്സിൽ തന്നെയുള്ള അല്ലെങ്കിൽ മറ്റു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന മോശമായ പ്രവൃത്തിയാണ് ഈ ബുള്ളിങ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് അത് വളരെ സന്തോഷകരമായി തോന്നും, കാണുന്നവരും കൈയടിച്ചു ചിരിക്കും. എന്നാൽ അത് അനുഭവിക്കുന്ന കുട്ടിക്ക് അത് മറക്കാനാകാത്ത ഒരു പേടി സ്വപ്നമായി മാറും. നമ്മളിൽ ഒരുപാട് പേർ തീർച്ചയായും ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. ഈ ബുള്ളിങ്ങിനെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് ഹിക്കിക്കോയുടെ കഥയും. ജപ്പാനിലെ സ്കൂൾ കുട്ടികൾക്കിടയിൽ ഇത് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോ ഇതിന് പുറകിലുള്ള കഥ അതെന്താണെന്ന് അറിയാം. ഈ കഥ തുടങ്ങുന്നത് 19th സെഞ്ച്വറിയിൽ ജപ്പാനിലെ ഒരു മിഡിൽ ക്ലാസ് സ്കൂളിൽ നിന്നാണ്. ആ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് മോറി ഹിക്കിക്കോ. വളരെ നല്ലൊരു പെൺകുട്ടിയായിരുന്നു, നന്നായി പഠിക്കും, കായിക തലത്തിലും ഒരുപാട് കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി കൂടിയായിരുന്നു ഹിക്കിക്കോ. ഇതവിടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് അസൂയയ്ക്ക് കാരണമായി. മാത്രമല്ല, കാണാനും ഹിക്കിക്കോ വളരെ സുന്ദരിയായിരുന്നു. ഇതും അവളിൽ അസൂയ കൂടുതലാകാൻ കാരണമായി മാറി. ഈ അസൂയ കുറച്ചു ദിവസത്തിൽ തന്നെ ഒരു പകയായി മാറി. ഈ പകയെ അധിക ദിവസം അടക്കി പിടിക്കാൻ കഴിയില്ലല്ലോ. ഒരു ദിവസം അവരുടെ പക പുറത്തു വരാൻ തുടങ്ങി. അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അവളെ ബുള്ളിങ് ചെയ്യാൻ തുടങ്ങി. ഈ ശല്യങ്ങളിൽ നിന്നാണ് ഹിക്കിക്കോയുടെ പേടി സ്വപ്നങ്ങളുടെ തുടക്കവും. അവളുടെ ക്ലാസ് റൂമിൽ, ബാത്റൂമിൽ, പ്ലേ ഗ്രൗണ്ടിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവളുടെ കൂട്ടുകാർ അവൾക്ക് പ്രശ്നം കൊടുത്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവൾ ആ സ്കൂളിൽ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. അവൾ വളരെ ശാന്തിയായ ക്ലാസ് റൂമിൽ ഇരുന്നാൽ പോലും അവളെ നോക്കി ചോപ്പീസ് എറിയുന്നതും പെൻസിൽ എറിയുന്നതും ബാഗ് പിടിച്ചു വലിക്കുന്നതും അവളെ കരയിപ്പിക്കുന്നതും ഇങ്ങനെ പല മാനസികമായ പ്രശ്നങ്ങൾ അവൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾ അതെല്ലാം സഹിച്ച് ഓരോ ദിവസവും തള്ളി നീക്കി. ചില ദിവസങ്ങളിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മുറിക്കുള്ളിൽ കഥ കടച്ചിരുന്ന് കരയാൻ തുടങ്ങി. ആ സമയത്തൊക്കെ മരിക്കാമോ എന്ന് പോലും അവൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത ദിവസം നേരം വെളുത്തതും ഒന്നും സംഭവിക്കാത്തതുപോലെ എല്ലാം മറന്ന് സ്കൂളിലേക്ക് പോകും. എന്നാൽ അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ബുള്ളിങ്ങിനൊന്നും യാതൊരു മാറ്റവും വന്നില്ല. ഒരു ദിവസം ഈ അതിക്രമങ്ങൾ അതിരുകടന്ന് കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഹിക്കിക്കോയെ താഴെ തള്ളിയിട്ട് വലിച്ച് അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറുകയും കാല് പിടിച്ചു വലിച്ച് സ്കൂൾ ഗ്രൗണ്ടിലൂടെ അവളെ വലിച്ചു കൊണ്ടുപോയി. ഇത് സംഭവിച്ചത് സ്കൂൾ അവസാനിച്ച് വൈകുന്നേര സമയമായിരുന്നു. ഇങ്ങനെയൊന്നും തടയാൻ പോലും അവിടെ ആരുമില്ലായിരുന്നു. ഇങ്ങനെ അവളുടെ ശരീരം മുഴുവനും പരിക്ക് സംഭവിച്ച് അവൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അവരുടെ കയ്യിൽ നിന്നും അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. എന്നാൽ അവൾക്കുണ്ടായിരുന്ന അപമാനം താങ്ങാനാകാതെ അന്ന് രാത്രി തന്നെ അവൾ ആത്മഹത്യ ചെയ്തു. മരിച്ചതിനു ശേഷം അവളുടെ ആത്മാവ് തന്നെ ബുള്ളിങ് ചെയ്യുന്ന എല്ലാവരെയും ക്രൂരമായി കൊല്ലുന്നു. അങ്ങനെ കൊന്നവരുടെ ശരീരം പ്ലേ ഗ്രൗണ്ടിൽ അവളെ എങ്ങനെയാണോ വലിച്ചു കൊണ്ടുപോയത് അതുപോലെ അവരെ സ്കൂൾ മുഴുവനും വലിച്ചു കൊണ്ടുപോയതുപോലെ പറയുന്നു. ആ സമയത്ത് ജപ്പാൻ മുഴുവനും ഇതായിരുന്നു സംസാരിച്ചിരുന്നത്. കാലപ്പോക്കിൽ അതൊരു അർബൻ ലെജൻഡായി മാറാൻ തുടങ്ങി. അതിന് കാരണം ഈ സംഭവത്തിന് ശേഷം പല കുട്ടികൾ രാത്രി സമയത്ത് വളരെ വിചിത്രമായ രീതിയിൽ മരിക്കാൻ തുടങ്ങി. അന്വേഷണത്തിൽ മനസ്സിലായത് ഈ മരിച്ച കുട്ടികളെല്ലാം അവർ പഠിക്കുന്ന സ്കൂളിൽ മറ്റു കുട്ടികളെ ശല്യം ചെയ്യുന്നതും വളരെ ആക്രമണ സ്വഭാവമുള്ള കുട്ടികളാണെന്നാണ്. ഇതെല്ലാം കണ്ട ജനങ്ങൾ ഇതെല്ലാം ചെയ്തത് ഹിക്കിക്കോ എന്ന് വിശ്വസിക്കാനും തുടങ്ങി. ഈ സംഭവത്തിന് ശേഷം തന്നെ പോലുള്ള കുട്ടികളെ മറ്റാരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അവരെയും ക്രൂരമായി കൊല്ലാൻ തുടങ്ങിയതായും അതിലും വളരെ പ്രധാനമായി അവൾ മരിച്ചത് ഒരു മഴക്കാലത്തായിരുന്നു. അതുകൊണ്ട് ഓരോ മഴക്കാലത്തും തന്റെ അടുത്ത ഇരയെ തേടി ഹിക്കിക്കോ ചുറ്റിത്തിരിയുന്നതായും കഥ പറയുന്നു. ഇത് കുട്ടികളെ ഭയപ്പെടുത്തുന്ന ഒരു അർബൻ ലെജൻഡായി മാറിയെന്നുണ്ടെങ്കിലും അതിനുശേഷവും മറ്റു പല കുട്ടികൾക്കും ഇതുപോലെ വിചിത്രമായ രീതിയിലുള്ള മരണങ്ങൾ സംഭവിച്ചതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഹിക്കിക്കോ ഒരു ഭയത്തിന് കാരണമായി. അതിനാൽ ജപ്പാനിലെ സ്കൂളുകളിൽ ആരെങ്കിലും ബുള്ളിങ് ചെയ്യുകയാണെങ്കിൽ രാത്രി നമ്മളെ കൊണ്ടുപോയി കൊല്ലുമോ എന്നുള്ളൊരു ഭയം കുട്ടികളുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. ഇതിനാൽ തന്നെ അവിടെയുള്ള സ്കൂൾ കോളേജുകളിൽ ഈ ബുള്ളിങ് എന്നത് കുറയാൻ തുടങ്ങി. ഹിക്കിക്കോയെ കുറിച്ച് പറയുന്ന കഥകളിൽ പലതിൽ ഒന്നാണിത്.
ഇനിയും ഒരുപാട് പറയുന്നുണ്ട്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നതും ഇപ്പൊ പറഞ്ഞതുപോലെ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ്. ഹിക്കിക്കോ ഒരു സ്കൂൾ കുട്ടിയാണ്. എന്നാൽ അവൾ ജനിക്കുമ്പോൾ തന്നെ ചില കുറവുകളോടുകൂടി ജനിച്ചു. അതിനാൽ തന്നെ അവളുടെ ശരീരം കാണാൻ നോർമൽ അല്ലാതെ അബ്നോർമൽ ആയിരുന്നു. പക്ഷെ അവൾ പഠിത്തത്തിൽ വളരെ ഇന്റലിജന്റ് ആയിരുന്നു. എങ്കിൽ പോലും അവളുടെ രൂപം കണ്ട് പല കുട്ടികളും, സ്കൂളിൽ പഠിക്കുന്ന അവളുടെ കൂട്ടുകാർ പോലും അവളെ കളിയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവൾ ഒരു സ്കൂളിൽ ഒരുപാട് ദിവസം പഠിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ അവളെ കളിയാക്കാൻ തുടങ്ങി. ആദ്യത്തെ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കഥയിലും ഈ കളിയാക്കൽ അതിരുകടന്ന് ഒരു ദിവസം വളരെ മോശമായ ഒരു അവസ്ഥയിലെത്തി. ഇപ്പോ സ്കൂളിന് ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെന്ന് താഴേക്ക് ചാടി അവൾ ആത്മഹത്യ ചെയ്തു. ഇത് നടന്ന അടുത്ത ചില ദിവസത്തിൽ തന്നെ അവളുടെ ആത്മാവിനെ ആ സ്കൂൾ ക്യാമ്പസിൽ ഒരുപാട് പേർ കാണാൻ തുടങ്ങി. കണ്ടവരെല്ലാം ആ ആത്മാവ് വളരെ കോപത്തിൽ അലഞ്ഞു തിരിയുന്നതായി പറയാൻ തുടങ്ങി. അതിലും പ്രധാനമായി അവളുടെ ആത്മാവിനെ ആദ്യമായി കണ്ടത് ഒരു നൈറ്റ് വാച്ച്മാനാണ്. അയാളാണ് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. ഇതൊന്നും ആദ്യമൊന്നും ആരും വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് ഓരോരുത്തരായി ഈ ആത്മാവിനെ നേരിട്ട് കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ആ വാച്ച്മാനും ഇനി എനിക്കിവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ചു പോയി. അവൾ മരിച്ചതിന് ശേഷം അവളുടെ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് അറിയുകയും ആ കുട്ടികളെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം ആ സ്കൂളിൽ ഹിക്കിക്കോയുടെ ശല്യം കൂടി. ഇപ്പോ സസ്പെൻഡായ കുട്ടികൾ തിരികെ വരാൻ തുടങ്ങി. വന്നവരെ എല്ലാവരെയും ഓരോരുത്തരായി ക്രൂരമായി അവൾ കൊല്ലാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് പോലീസ് കംപ്ലൈന്റും കൊടുക്കുന്നു. എന്നാൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ തന്നെ കളിയാക്കിയ കുട്ടികളെ അല്ലാതെ മറ്റു കുട്ടികളെയും ഈ ആത്മാവ് കൊല്ലാൻ തുടങ്ങിയതായും പറയുന്നു. ഇത് കാരണം ആ സ്കൂളിനെ കുറിച്ചുള്ള മതിപ്പ് കുറയാൻ തുടങ്ങി. ഇതറിഞ്ഞ ഒരുപാട് പേർ അവരുടെ കുട്ടികളെ ആ സ്കൂളിൽ അയക്കാൻ തന്നെ വിസമ്മതിച്ചു. അടുത്ത 1 വർഷത്തിൽ ആ സ്കൂൾ മുഴുവനായി ഉപേക്ഷിക്കപ്പെട്ട് ആളൊഴിഞ്ഞ് അടച്ചുമൂടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. എങ്കിൽ പോലും ആ സ്കൂളിൽ ഇപ്പോഴും ഹിക്കിക്കോയുടെ ആത്മാവ് ചുറ്റിത്തിരിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കഥ തന്നെ മറ്റു രീതിയിലും പറയുന്നുണ്ട്. അതായത് ഹിക്കിക്കോ ചില കുറവുകളോടുകൂടി ജനിച്ചത് അവളുടെ മാതാപിതാക്കൾക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ചെറിയ പ്രായം മുതലേ അച്ഛനും അമ്മയും അവളെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സ്കൂളിലും അവൾ ഇങ്ങനെയുള്ള കളിയാക്കലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായത്. മാനസികമായി നൊന്തുപോയ അവൾ ആത്മഹത്യ ചെയ്തു. പിന്നീട് തന്റെ മരണത്തിന് കാരണമായ എല്ലാവരെയും ഹിക്കിക്കോ പ്രതികാരം ചെയ്തു എന്നുള്ള ഒരു കഥയും പറയുന്നുണ്ട്. ഇതാണ് ജപ്പാനിലെ വളരെ പ്രസിദ്ധമായ ഹിക്കിക്കോയെ കുറിച്ച് പറയുന്ന കഥകൾ. ഇതിന്റെ കൂടെ തന്നെ 2 കഥകൾ കൂടെ ഉണ്ട്. എന്നാൽ അതെല്ലാം ഈ പറഞ്ഞ കഥകളുമായി വളരെ സമാനത ഉള്ളതാണ്. ഈ ഹിക്കിക്കോ അർബൻ ലെജൻഡ് ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കി ഉള്ളതാണെന്ന് പറയുന്നു. കാരണം എല്ലാ കഥകളിലും ഉള്ള ഒരേയൊരു സമാനത ഈ ബുള്ളിങ് ആണ്. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ബുള്ളിങ് കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 20-30 വർഷങ്ങൾ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ഒരു കഥ തന്നെ ആയിരിക്കണം ഇതെല്ലാം. എന്നാൽ മരിച്ചതിന് ശേഷം തിരികെ വന്ന് പ്രതികാരം ചെയ്തു എന്ന് പറയുന്നതൊക്കെ ഒരുപക്ഷെ കേൾക്കുന്നവരെ ഭയപ്പെടുത്താനായി ഈ കഥയ്ക്കുള്ളിൽ കൂട്ടിച്ചേർത്തതായിരിക്കാം. എന്തായാലും ഹിക്കിക്കോ അർബൻ ലെജൻഡിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? ഇനി ഇതൊരു യഥാർത്ഥ കഥയല്ല, കെട്ടിച്ചമച്ച നാടോടി കഥ തന്നെയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. മികച്ച കമന്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.